രാധേ, ആ മോൾ ഇങ്ങോട്ട് വന്നോ? ഇല്ല ചേച്ചി, താഴോട്ട് വന്നില്ലല്ലോ. കുഞ്ഞു മോളിലില്ലേ? ഇല്ലെന്നേ, ഞാനും കണ്ടില്ല. ഗിരി അവിടെയൊക്കെ നോക്കുന്നുണ്ട്. ഈശ്വര, ഈ കുട്ടി എങ്ങോട്ട് പോയതാവും? അമ്മേ, മോൾ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. മോൾ എവിടുന്നാ വരുന്നേ? ചേച്ചിക്ക് പരിചയമുണ്ടോ? ഇല്ല, ഞാൻ ഈ കുഞ്ഞിനെ ആദ്യമായിട്ടാ കാണുന്നത്. മോളുടെ കൂടെ ആരാ ഉള്ളത്? അച്ഛൻ. എന്നിട്ട് അച്ഛൻ എവിടെ മോളെ? അച്ഛൻ ഇപ്പോ വരും. കള്ളം പറയുവാണെന്നാ തോന്നുന്നേ. ഉടുപ്പൊക്കെ നന്നായിട്ട് മുഷിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അവൾ ഏതെങ്കിലും അപകടത്തിലേക്കാണ് പോയതെങ്കിലോ? നിനക്ക് പുച്ഛിക്കാം, കാരണം നിന്റെ കുഞ്ഞല്ലല്ലോ. ഞാൻ പറഞ്ഞത് ഗിരിയേട്ടന് മനസ്സിലാവാഞ്ഞിട്ടാ. അമ്മയെ കാണാനുള്ള വാശി നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് മനഃപൂർവ്വം നമ്മളെ പേടിപ്പിക്കാനായിട്ട് മാറി നിൽക്കുന്നതായിരിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ? അവള് എന്റെ മോളാ. എനിക്കറിയാം എന്ത് വേണമെന്ന്. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിലേ എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട. നോക്കമ്മായി, ഗിരിയേട്ടന് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. അവൻ പറഞ്ഞതാ ശരി, അല്ലാതെ നീ പറഞ്ഞതൊന്നുമല്ല. കാണാതെ പോയത് ഒരു ചെറിയ കുഞ്ഞാ. നീ അഭിപ്രായം പറയണമെന്നില്ല. അവനറിയാം എന്ത് ചെയ്യണോന്ന്. മോളേതാ? മോളെ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ചത് മോൾക്ക് മനസ്സിലായില്ലേ? മോള് തനിച്ചേ ഉള്ളോ? ശ്യാമ ഇറങ്ങിപ്പോയതിനു ശേഷം ആദ്യമായിട്ടാ ഇങ്ങനൊരവസ്ഥ. നീ സമാധാനമായിട്ടിരിക്ക. മോളെ നമ്മൾ കണ്ടുപിടിക്കും. ഇന്നത്തെ ദിവസം ഇനി സംഭവിക്കാൻ പോകുന്നതെന്ത്? ഇന്നലെ രാത്രി മോൾ എന്നോട് അവളുടെ അമ്മയുടെ വീട്ടിൽ പോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചായിരുന്നു. രാത്രിയുടെ ഇരുട്ടിൽ വീട് വിട്ടിറങ്ങിയ ഐനുമോൾക്ക് എന്ത് സംഭവിക്കും? ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, വൺ മിസ്റ്റർ ഗിരിയുടെ മകൾ. ഇപ്പോ ആ കുട്ടി മിസ്സിംഗ് ആണ്. ഓർമ്മകളിൽ ജീവിക്കുന്ന വസുതയ്ക്ക് ഇനി വിധി കാത്തുവച്ചിരിക്കുന്നത് എന്ത്? മനസ്സിൽ തൊടുന്ന മുഹൂർത്തങ്ങളുടെ നേർക്കാഴ്ചയുമായി വസുധ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.